ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും സീറ്റുറപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തകർ മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങി. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചരണം ഊർജിതമാക്കി. LDF സ്ഥാനാർത്ഥികൾ 22-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDAയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിലാണ്. LDFിൽ സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുള്ളതിനാൽ ആദ്യഘട്ടം ജനങ്ങളുമായുള്ള പരിചയം പുതുക്കലാണെന്ന് നേതൃത്വം പറയുന്നു. മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുത്തുകൾ നിറഞ്ഞുകഴിഞ്ഞു. പോസ്റ്റർ, ബോർഡ് പ്രചരണവും അതിവേഗം പുരോഗമിക്കുന്നു. പ്രഖ്യാപനം വന്നയുടനെ റോഡ് ഷോയുമായി പ്രചരണത്തിന് തുടക്കമിട്ട ഇടത് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണവർ. LDFിന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് 22-ന് തുടക്കമിടും. UDFിൽ സീറ്റ് ഉറപ്പിച്ചവർ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാണ്. ചാലക്കുടിയിൽ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ്, മണലൂരിൽ TN പ്രതാപൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ് എന്നിവർ രംഗത്തിറങ്ങി. ഉല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്തിനായി പ്രവർത്തകർ പോസ്റ്റർ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. NDAയിൽ പ്രഖ്യാപനം വന്ന BJP സ്ഥാനാർത്ഥികൾ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിലാണ്. തൃശൂർ പത്മജ വേണുഗോപാൽ, മണലൂർ KK അനീഷ് കുമാർ, ഇരിങ്ങാലക്കുട സന്തോഷ് ചെറാക്കുളം, ചേലക്കര K ബാലകൃഷ്ണൻ എന്നിവരെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടെ 3 മുന്നണികളും സമൂഹ മാധ്യമ പ്രചരണം കൊഴുപ്പിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം ട്രോളുകളായി നിറയുകയാണ്. പ്രചരണ ഗാനങ്ങളും അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി അധികം ദിവസങ്ങളില്ലാത്തതിനാൽ അതിവേഗം പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വം. TCV ന്യൂസ്, തൃശൂർ.